അതെ, ദേശാഭിമാനിയിൽ വന്ന ലേഖനത്തിൽ മോഹൻലാലിൻ്റെ അമ്മയെക്കുറിച്ച് എഴുതിയത് വായിച്ചിരുന്നോ? ഇല്ലല്ലോ. എന്താ പറഞ്ഞേ? ശ്രീമതി കവിയൂർ പൊന്നമ്മ അന്തരിച്ചപ്പോൾ ശ്രീ മോഹൻലാൽ എഴുതിയത് എന്ന വ്യാജേന ദേശാഭിമാനിയിൽ കൊടുത്ത ലേഖനത്തിലെ ഒരു ചെറ്റത്തരം അറിഞ്ഞില്ല. മോഹൻലാലിൻ്റെ സ്വന്തം അമ്മ മരിച്ചു എന്ന രീതിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് ചെറ്റത്തരമല്ലേ? ഓഹോ, വായി പഴമാണല്ലേ. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം പറയാം. മമ്മൂട്ടിയെക്കുറിച്ച് ജന്മഭൂമിയിൽ ഒരു തെറ്റായ വാർത്ത വന്നിട്ടുണ്ട്. അത്രക്കായോ? എന്നാൽ ഞാൻ പോയി പ്രതികരിക്കട്ടെ. സംഭവം ശരിയല്ലേ? ഇത് വേറെ വല്ല പത്രത്തിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളം നിന്ന് കത്തിയാനെ. ആ മീഡിയ ഫണ്ടിലെ 3 അടുപ്പുകൽ പോലെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവരല്ലേ ഇപ്പോൾ സട കുടഞ്ഞെഴുന്നേറ്റേനെ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് വായിക്കാം. അമ്മ പൊന്നമ്മ, അതാണ് ഹെഡിങ്. കണ്ടോ? മോഹൻലാലിന് വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. മോഹൻലാൽ എഴുതിയെന്നുള്ള രീതിയിലാണ്. എൻ്റെ അമ്മയെന്ന് കേൾക്കുമ്പോൾ ഭൂമുഖത്ത് എവിടെയുള്ള ഭൂരിപക്ഷം മലയാളി ചലച്ചിത്ര പ്രേക്ഷകരുടെയും മനസ്സിൽ വിരിയുന്ന മുഖം എൻ്റെ കവിയൂർ പൊന്നമ്മയുടേതായിരുന്നു. ഒരുപക്ഷെ സിനിമയിൽ അവർ അമ്മവേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടാവുക എൻ്റെ അമ്മയായിട്ടാവും. അത്രമാത്രം പ്രിയപ്പെട്ട മകനായിരുന്നു പൊന്നൂസിന് ഞാൻ. അക്കാര്യം പലപ്പോഴും തുറന്നു പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്തെ ഉൾപ്രദേശത്ത് മുറുക്കാൻ വാങ്ങാൻ കാർ നിർത്തിയപ്പോൾ ആളുകൾ ചുറ്റും ഓടിക്കൂടി മോഹൻലാലിൻ്റെ അമ്മയെന്ന് വിളിച്ചത് തെല്ല് ഫലിതത്തോടെ വിവരിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ താൻ പ്രസവിക്കാത്ത മകനാണെന്ന് പറയാറുള്ളതും മറക്കാനാവില്ല. എൻ്റെ അമ്മ ശാന്തകുമാരിക്കും കവിയൂർ പൊന്നമ്മ എൻ്റെ അമ്മവേഷം ചെയ്യുന്നത് കാണാനായിരുന്നു ഏറെ ഇഷ്ടമെന്നതാണ് വാസ്തവം. എൻ്റെ ആരാധകരും അതേറെ ഇഷ്ടപ്പെട്ടതായാണ് മനസ്സിലാക്കുന്നത്. 2 പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി. ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു. ലോകത്തിലേതെങ്കിലും ഒരു മകന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് എഴുതി വച്ചിരിക്കുന്നത്. അതും മോഹൻലാൽ സ്വന്തമായിട്ട് എഴുതിയ ലേഖനം എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. മോഹൻലാൽ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. കാരണം തെരുവ് നായ്ക്കൾ കുരയ്ക്കുന്നതിനൊപ്പിച്ച് തിരിച്ചു കുരയ്ക്കുന്ന വ്യക്തിയല്ലല്ലോ മോഹൻലാൽ. ഇവരെന്തിനാണ് മോഹൻലാലിനെ വെച്ച് ഇങ്ങനെ എഴുതിയതെന്നറിയാമോ? സിനിമയിൽ അമ്മയും മകനും എന്നാൽ ശ്രീമതി കവിയൂർ പൊന്നമ്മയും ശ്രീ മോഹൻലാലുമാണ് പ്രേക്ഷകരുടെ മനസ്സിലുള്ളത്. അങ്ങനെ വരുമ്പോൾ മോഹൻലാൽ എഴുതി എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ അതിന് വാല്യൂ കൂടും. എന്നാൽ മോഹൻലാൽ ആയിക്കോട്ടെ ഈ ഊളപത്രത്തിനൊട്ട് എഴുതി കൊടുക്കത്തില്ലെന്ന് അവന്മാർക്ക് തന്നെ കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് വെച്ച് കീറിക്കൊടുത്തു. അതാണ് സംഭവിച്ചത്. ദേശാഭിമാനി പിറ്റേന്ന് ഖേദം പ്രകടിപ്പിച്ചു. അത് ഞാൻ വായിക്കാം. ഖേദിക്കുന്നു. നടി കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ച് ശനിയാഴ്ച ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പ്രത്യേക പേജിൽ ഗുരുതരമായ പിശകുകൾ സംഭവിച്ചിരിക്കുന്നതിൽ നിർവ്യാജം ഖേദിക്കുന്നു പത്രാധിപർ. ഗുരുതരമായ പിഴവ് വന്നുപോലും. എന്ത് പിഴവാണെന്ന് അമ്മാർ അഭിമാനം സമ്മതിക്കുന്നില്ലെന്നൊന്ന് വ്യക്തമായിട്ട് എഴുതാനേ. ഇവന്മാരിത് സ്വന്തമായിട്ട് എഴുതി എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു എന്ന് കൊടുത്താൽ ചിലപ്പോൾ അക്ഷരപ്പിശാശോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണെന്ന് ക്ഷമിക്കായിരുന്നു. പക്ഷേ മോഹൻലാലിൻ്റെ സമ്മതമില്ലാതെ പുള്ളി എഴുതിയെന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തത് അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റല്ലേ? ജീവിച്ചിരിക്കുന്ന മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു എന്നെഴുതിയത് ഒന്നാമത്തെ തെറ്റ്. പിന്നെ മോഹൻലാലിൻ്റെ അനുവാദം കൂടാതെ പുള്ളി എഴുതിയെന്നുള്ള രീതിയിൽ ഒരു ലേഖനം പടച്ചു വിട്ടത് അതിനേക്കാളും വലിയ തെറ്റ്. കമ്മികളെ പറ്റിക്കാൻ ഇങ്ങനെയൊരു പത്രവും ഇവരെഴുതി വെക്കുന്നത് എന്തും വെള്ളം തൊടാതെ വിഴുങ്ങാൻ വേണ്ടി മാത്രമായിട്ട് സഖാക്കൾ എന്ന കുറേ ജന്മങ്ങളും.